കാത്തിരിക്കേണ്ടതുണ്ടോ? ആഗോള അയ്യപ്പ ഭക്ത സംഗമം തുടങ്ങുന്നതിന് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഗൗരവമായ വിഷയങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തസംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് അയ്യപ്പ ഭക്ത സംഗമത്തിന് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല. ചില മാധ്യമങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരാണെന്ന വാർത്തയുണ്ട്. ശബരിമല അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുകയോ സംഘടിപ്പിക്കാതിരിക്കുകയോ എന്നുള്ളത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചോട്ടെ. അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചും BJPക്ക് അഭിപ്രായവുമില്ല. ഞങ്ങളേതായാലും ഭക്ത സംഗമത്തിന്, അയ്യപ്പ ഭക്ത സംഗമത്തിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് NSSും SNDPയും ചില ആശങ്കകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളും ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ NSSൻ്റെയും SNDPയുടെയും അതേപോലെ ഹിന്ദു ഐക്യവേദി പോലുള്ള ഹിന്ദു സംഘടനകളുടെയും ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകേണ്ടതുണ്ട്. NSS പറഞ്ഞിട്ടുള്ളത് യാതൊരു ആചാര ലംഘനങ്ങളും ശബരിമലയിൽ നടക്കാൻ പാടില്ല. വിശ്വാസവിരുദ്ധമായിട്ടുള്ളതൊന്നും തന്നെ ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, അയ്യപ്പ ഭക്തസംഗമത്തിൻ്റെ സംഘാടക സമിതിയിൽ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂ, അവിശ്വാസികൾ പാടില്ല. ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ NSS മുന്നോട്ട് വച്ചിരുന്നു. അത് പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ SNDP നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആചാര ലംഘനങ്ങൾ ശബരിമല നടക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനോടുള്ള വിയോജിപ്പ് അതും SNDP പ്രകടമാക്കിയിട്ടുണ്ട്. യുവതികൾ ശബരിമലയിലേക്ക് പോകുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യവും SNDP ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ BJPക്ക് പറയാനുള്ളത്, ഇവരൊക്കെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് വ്യക്തതയാണ് വേണ്ടത്. കാരണം ആചാര ലംഘനം നടക്കാൻ പാടില്ല, വിശ്വാസവിരുദ്ധമായിട്ടുള്ളതൊന്നും നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നേരത്തെ നടന്നത് വിശ്വാസവിരുദ്ധമായിട്ടുള്ളതാണ്, ആചാര ലംഘനങ്ങളാണ്. അതിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പിണറായി സർക്കാരുമാണ്. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ദേവസ്വം ബോർഡാണ്, അതായത് യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് 2019 ഫെബ്രുവരി 6 സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി വന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും യുവതികളെ
യുവതികൾ ശബരിമലയിലേക്ക് പോകുന്നത് ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. ജെൻഡർ ഈക്വാലിറ്റിയുടെ പേരിൽ യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അനുവാദം നൽകേണ്ടതാണ്. ഇതായിരുന്നു ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ആചാരലംഘനമാണ്, വിശ്വാസവിരുദ്ധമാണ്. മാത്രമല്ല, ഈ അഭിപ്രായം സുപ്രീം കോടതിയിൽ പ്രകടമാക്കുക മാത്രമല്ല, സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുക മാത്രമല്ല, യുവതികളെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് സംരക്ഷണത്തോടുകൂടി ശബരിമലയിൽ എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അതിനെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് ആ സമരത്തെ, പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത്. ഇപ്പം ഞങ്ങൾക്കറിയാനുള്ളത്, ഈ പുതിയ സാഹചര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ? ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, ദേവസ്വം ബോർഡിൻ്റെ നിലപാടിൽ നിന്ന് അവർ പിൻവാങ്ങിയിട്ടുണ്ടോ? ഇതേ അഭിപ്രായം തന്നെയാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും അതുപോലെ ദേവസ്വം ബോർഡിനും ഉള്ളത്? ഇനി യുവതികളെ ആചാരലംഘനം, വിശ്വാസവിരുദ്ധത ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങിക്കൊണ്ട് യുവതികളെ ശബരിമലയിലേക്ക് അയക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും അവർ പിൻവാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അഭിപ്രായത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കണം. നേരത്തെ എന്ത് തടസ്സം വന്നാലും യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കും എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് പറയണം, ഇല്ല, ഞങ്ങൾ അന്നത്തെ തീരുമാനം തെറ്റായിപ്പോയി, ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നേരത്തെയുള്ള നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഇത് പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ? മാത്രമല്ല, പൊതുസമൂഹത്തോട് വ്യക്തമാക്കുക മാത്രമല്ല, യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുകയും യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകുമോ? ഇതാണ് വ്യക്തത വരുത്തേണ്ടത്. ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ് ശബരിമലയെ സംബന്ധിച്ച്. നേരത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതറിയാൻ ഭക്തന്മാർക്ക് ആഗ്രഹമുണ്ട്. ഇതിലെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? വിശ്വാസികളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണോ? ഇത് മാത്രമല്ല, ആവർത്തിച്ചു പറയുന്നു, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. NSS, SNDP, ഹിന്ദു സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള, സാമുദായിക സംഘടനകളും ഹിന്ദു സംഘടനകളും ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്, ഈ യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും CPM-ഉം LDF-ഉം ആവശ്യപ്പെട്ടത് അന്ന് ജെൻഡർ ഈക്വാലിറ്റിയുടെ പേരിലാണ്, ലിംഗസമത്വം. ഇപ്പോൾ സമത്വം എന്നുള്ളതെന്ന് പറഞ്ഞു, സമത്വം കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ശബരിമലയിൽ സമത്വത്തെ നിഷേധിക്കുന്നതിന് ഞങ്ങൾ അനുകൂലിക്കില്ല, അംഗീകരിക്കില്ല. എന്നാൽ ഇപ്പോഴൊരു തീരുമാനം വന്നിട്ടുണ്ട്. ഈ ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ശബരിമലയുടെ പ്രത്യേകത ഒരു സമത്വത്തിൻ്റെ ദർശനം, സമത്വത്തിൻ്റെ സന്ദേശമാണ് ശബരിമല നൽകുന്നത്. കാരണം ഈ
സനാതനധർമ്മത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് അദ്വൈതമാണ്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അകത്തിരിക്കുന്ന അയ്യപ്പനും പുറത്ത് നിൽക്കുന്ന അയ്യപ്പനും ഒന്നാണെന്നുള്ള സങ്കല്പമാണ് ശബരിമല നൽകുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും അയ്യപ്പൻ്റെ മുന്നിൽ തുല്യരാണ്. പക്ഷേ ഇപ്പോഴ് അയ്യപ്പ ഭക്തജന സംഗമത്തോടനുബന്ധിച്ച് അയ്യപ്പന്മാരെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാർ വിഭജിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് 10 ലക്ഷം മുതൽ 3 കോടി വരെ സംഭാവന ചെയ്യുന്ന അയ്യപ്പന്മാർ അവർ പ്രത്യേകമായിട്ടുള്ള കാറ്റഗറി തിരിച്ച് പ്രത്യേകമായ അവകാശങ്ങൾ അവർക്ക് നൽകുകയാണ്. 1 പ്ലാറ്റിനം അയ്യപ്പൻ, 2 ഗോൾഡൻ അയ്യപ്പൻ, 3 സിൽവർ അയ്യപ്പൻ, 4 ബ്രൗൺസ് അയ്യപ്പൻ. ഇങ്ങനെ പ്ലാറ്റിനം, അതേപോലെ സിൽവർ, ഡയമണ്ട്, ബ്രൗൺസ്, ഗോൾഡ്, ഇങ്ങനെ അയ്യപ്പന്മാരെ ഈ രീതിയിൽ തരംതിരിക്കുകയാണ്. 3 കോടി കൊടുത്ത അയ്യപ്പന്മാരെ പ്ലാറ്റിനം അയ്യപ്പൻ, അതേപോലെ 1 കോടി കൊടുത്ത അയ്യപ്പന്മാർ ഗോൾഡ് കാറ്റഗറിയിൽ, ഗോൾഡൻ കാറ്റഗറിയിൽ പെടുത്തുന്നു. ഏറ്റവും 10 ലക്ഷം കൊടുക്കുന്ന ആളുകളാണ് ബ്രൗൺസ് അയ്യപ്പ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പന്മാരെ വിഭജിക്കുക. ഒരു പൈസയും കൊടുക്കാത്ത അയ്യപ്പനെ സംബന്ധിച്ച് അയാൾ സാധാരണക്കാരൻ അയ്യപ്പൻ. എന്നാൽ ഈ 10 ലക്ഷം മുതൽ 3 കോടി വരെ കൊടുക്കുന്ന അയ്യപ്പന്മാർക്ക് അവിടെ താമസ സൗകര്യം, തൊഴാനുള്ള സൗകര്യം, ദർശനത്തിനുള്ള സൗകര്യം, ഇങ്ങനെ പ്രത്യേകമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. അവിടെ ഗസ്റ്റ് ഹൗസിൽ കൊട്ടാര സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയുന്നത്, ഇങ്ങനെ 10 ലക്ഷം മുതൽ 3 കോടി കൊടുക്കുന്ന സംഭാവന കൊടുക്കുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അയ്യപ്പ ദർശനത്തിലെത്തുന്ന കോടിക്കണക്കിന് സാധാരണക്കാർ അയ്യപ്പന്മാർക്കുള്ള സൗകര്യങ്ങളാണ് ശബരിമലയിൽ ഒരുക്കേണ്ടത്. അയ്യപ്പൻ്റെ മുന്നിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കുമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത്? സമത്വത്തിൻ്റെ പേരിലാണ് നേരത്തെ യുവതീ പ്രവേശനത്തെ എതിർത്തതെങ്കിൽ ഇവിടെ എന്ത് സമത്വമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്? ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ കമ്മ്യൂണിസത്തിൽ പറയുന്ന സമത്വം? ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്? ഇതിലാണ് ഗവൺമെൻറ്, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതിനെക്കുറിച്ച്. ഇന്ത്യയിലെ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്?